ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നേവിയുടെ ഡെമോ കാണാനായിട്ട് ലുലു മാളിലാണ് വെഹിക്കിൾ പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടുന്ന് എന്താണ് എല്ലാ പിക്കപ്പ് സ്പോട്ടിലും ബസ് സർവീസ് ഉള്ളതുകൊണ്ട് നമ്മൾ ലുലു മാളിലാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. നമ്മളൊരു 3 മണി കഴിഞ്ഞാണ് ചെന്നത്. അപ്പോഴത്തേക്കും നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഒരുപാട് ബസ് പോയി, പക്ഷെ അതിലൊന്നും കയറാൻ പറ്റില്ല. എല്ലാം ഫുള്ളായിട്ടാണ് വന്നത്. കയറാൻ വേണ്ടി പോവും, പോലീസ് പറയും ഇറങ്ങി നിൽക്കുക, അടുത്ത ബസ് വരും. അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ടും ബസ് വരുന്നുണ്ട്, പക്ഷെ കയറാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നടന്ന് 2 കിലോമീറ്ററൊക്കെ നടന്ന് നമ്മൾ വേൾഡ് മാർക്കിൻ്റെ അവിടെ വന്ന്. അപ്പോഴത്തേക്കും അവിടെയും ക്യൂ ആണ്, അവിടുത്തെ ആൾക്കാർക്കും കയറാൻ വയ്യ. അപ്പോൾ വരുന്ന ബസ്സെല്ലാം ഫുള്ളാണ്, ഒന്നിലും കയറാൻ വയ്യ. അപ്പോൾ ഈ പോകുന്ന ബസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പെർമിറ്റുള്ള ബസ്സാണ്. അത് ഓൾറെഡി ബുക്ക് ചെയ്തവർക്കേ പോകാൻ പറ്റുള്ളൂ, പക്ഷേ അറിയാതെ എല്ലാവരും കൈ കാണിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ എങ്ങനെയോ ഒരു ബസ്സിൽ കയറി, പക്ഷേ ആ ബസ് വീണ്ടും ലുലുമാളിൽ പോയി കറങ്ങി വരുന്ന ബസ്സാണ്. അപ്പം ലുലുമാളിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും ക്യൂ. ആ നിന്നവർക്കൊന്നും കയറാൻ പറ്റില്ല. നമ്മളും അവിടെ നിന്നെങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായിട്ട് കുറേ ഫ്രണ്ടിലോട്ട് നടന്ന് അവിടെ നിന്ന് ബസ് കിട്ടി കയറി വീണ്ടും ട്രാഫിക്കിൽ കിടന്നു. 3:30ക്കാണ് നമ്മളിവിടെ നിൽക്കുന്നത്, 4:30ക്കാണ് പരിപാടി. അപ്പം നമ്മളിങ്ങനെ ഇവിടെ പയ്യെ ആൾക്കാരൊക്കെ കണ്ട് ഈ കുത്തി നെരുങ്ങി തിരക്കിലിരുന്ന് ഇങ്ങനെ കിട്ടിയ ബസ്സിൽ കയറി പോവാണ്. അപ്പം അവിടെയാണ് ഏറ്റവും വലിയ കോമഡി. നമ്മളിപ്പോൾ നടക്കുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൂടെയാണ്. നമുക്ക് പോകേണ്ടത് ശംഖുമുഖത്താണ്. അപ്പോൾ ഈ ബസ്സെല്ലാം പോണത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വഴിയാണ്. അപ്പം ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ലെവൽ ക്രോസ് അടച്ചിട്ടേക്കായിരുന്നു. അപ്പം ഒരു ബസ്സും പോയില്ല, ഫുൾ ബ്ലോക്കായിരുന്നു. അപ്പം നമ്മൾ 40 മിനിറ്റോളം നമ്മൾ ആ ബസ്സിൽ ഇരുന്ന്. പക്ഷേ എന്തുവാണ്, കണ്ടക്ടർ തന്നെ പറഞ്ഞ് ഇറങ്ങി നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വെറുതെ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറിയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടത്തോടെ നടക്കുക ആളുകളുണ്ട്, നമ്മളെല്ലാവരും കൂടെ നടന്ന് നോക്കിയപ്പോഴത്തേക്ക് ബാക്കിലും ഫ്രണ്ടിലും എല്ലായിടത്തും ആൾ തന്നെ. എല്ലാവർക്കും പിന്നെ ഒറ്റ ലക്ഷ്യം, ഇന്ത്യൻ നേവിയുടെ പ്രോഗ്രാം കാണണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി എല്ലാവരും വെച്ച് പിടിക്കും. നമ്മളൊരു 10 കിലോമീറ്റർ കൂടുതൽ നടന്ന് തോന്നുന്നു. നടന്ന് ഉപ്പാട് വന്നു. കാരണം എങ്ങനെയും കഷ്ടപ്പെട്ടാണ് ബസ്സിൽ വലിഞ്ഞു കയറിയത്. അപ്പോഴത്തേക്കും ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും ബസ് അനങ്ങളില്ല. പിന്നെ അവർ പറഞ്ഞാൽ ഇറങ്ങി നടക്കാനാണ്. അങ്ങനെ പിന്നെ ബസ്സിൽ കയറേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ബസ് സർവീസ് നോർമലി മോശമായിരുന്നു. അന്നത്തെ ദിവസം അത്രയും ട്രാഫിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പും ഇല്ലായിരുന്നു. അത് മോശമായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ബീച്ചെത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു ലോഡ് ആളുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം നടക്കുന്നത് ഇവിടെയല്ല, ദൂരെയാണ്. പക്ഷെ എന്നാലും ഇവിടെ ഈ ബീച്ചിലെ ആൾക്കാർക്ക് പെർമിഷൻ ഉള്ളൂ, അവിടെ പാസ്സുള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബീച്ചിൽ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. നമ്മൾ ഈ ബീച്ചിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി, വേളി ബീച്ചാണെന്ന് തോന്നുന്നു. ആ, നല്ല തിരക്ക്, അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമുക്ക് വന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനൊന്നും ഇല്ല. പിന്നെ കടലിൽ കുറച്ച് ബോട്ടും ഷിപ്സൊക്കെ കിടപ്പുണ്ട്, അല്ലാതെ വേറൊന്നും വന്ന സമയത്ത് കണ്ടില്ല. പിന്നെ സൺസെറ്റ് കാണാൻ പറ്റി. പിന്നെ ഒരു സബ്മറൈനും കുറച്ച് കപ്പലും അവിടെ ഇവിടെയായിട്ട് കിടപ്പുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അവിടുത്തെ വ്യൂസ് എന്തൊക്കെയാണ് കണ്ടതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു കാഴ്ച ശരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയായിരുന്നു. ഞാൻ എടുത്ത വീഡിയോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ഇതായിരുന്നു. അതിനുശേഷം പിന്നെ എന്തുവാണ്, മൂണിനെയും സണ്ണിനെയും ഒരു ഫ്രെയിമിൽ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ആൾക്കാരുടെ കൂടെ നടന്നു. ഒരുപാട് നടന്നാലേ അടുത്ത് ചെന്നിട്ട് ഈ എയർ ഷോ കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് ദൂരെ ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് കടലിലുള്ള സംഭവം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എയർ ഷോ പ്രോപ്പറായിട്ട് കാണണമെങ്കിൽ നന്നായിട്ട് ഫ്രണ്ടിലോട്ട് പോകണം. അപ്പം നമ്മൾ ഒരുപാട് നടന്ന് നമ്മൾ വന്ന് ഈവനിങ് ആണ്. ഇപ്പം തന്നെ 6 മണിയോട് അടുപ്പിച്ചായി. My mind is breathing in. Wake up, I've got to see. Spent all my life holding all of it closely. I've made it innocent. A feel of discontent. I'm finally facing it all. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കാണുമ്പോൾ ഇപ്പോൾ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ കണ്ടപ്പോഴും ഒരു പ്രൗഡ് മൊമെൻറ്റ് തോന്നി, ചുമ്മാ തോന്നി. എന്താ ഫ്ലാഗ് നന്നായിട്ട് ഇങ്ങനെ പറക്കുന്ന കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അതും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. Breathing in. Wake up, I've got to see. Spent all my life holding all of it closely. I've made it innocent. A feel of discontent. I'm finally facing it പ്രോഗ്രാംസെല്ലാം ഒരുവിധം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് നമ്മൾ വെട്ടുകാട് ചർച്ചിൻ്റെ അവിടെ എത്തി. അവിടെ നല്ല ക്രൗഡായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്രയും എനിക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നതും ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം വളരെ മോശമായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും പരിപാടിയെല്ലാം തീർന്നു. പിന്നെ എന്തോ സ്പീച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ സ്ക്രീൻ വെച്ച് കാണിക്കുന്നുണ്ട്. ഞാൻ ആ സ്ക്രീൻ കാണാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ കാണാൻ പറ്റില്ല. അവിടെ ബാരിക്കേഡ് വെച്ച് കെട്ടിയിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ കണ്ട് അവിടെയൊക്കെ നോക്കി നിന്നു. നല്ല ഇറിറ്റേഷനായിരുന്നു. ഭയങ്കര ആൾത്തിരക്കായതുകൊണ്ട് ശ്വാസം മുട്ടൊക്കെ
അനുഭവപ്പെട്ടു. പിന്നെ കുറേ ആൾക്കാരെ മിസ് ചെയ്ത്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം തിരിച്ച് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ബസ്സില്ല. എല്ലാവരും പലയിടത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ അവർക്ക് തിരിച്ച് ആ പിക്കപ്പ് സ്പോട്ടിലോട്ട് പോകാൻ വണ്ടിയില്ല. എന്ത് കഷ്ടമാണെന്നറിയാമോ? ശരിക്കും ഇതൊരു അനുഭവമായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ചേട്ടൻ്റെ വീഡിയോ കാണാൻ ചെയ്തിരുന്നു. അവർ വണ്ടി വെച്ചത് കായവട്ടം സ്റ്റേഡിയത്തിലാണ്. പക്ഷേ അങ്ങോട്ട് പോകാൻ പോലും വണ്ടി സർവീസ് ഇല്ല. നടന്നാണ് എല്ലാവരും അങ്ങോട്ട് പോയത്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ നല്ല ക്രാക്കേഴ്സ് കണ്ടു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. പിന്നെ എന്തുവാണ് മെയിനായിട്ട് പറഞ്ഞാൽ നടന്നു. കുറേ നാൾ നടക്കാതിരുന്ന് നടന്നു. നമ്മൾ നേവി ഷോ എന്നും പറഞ്ഞ് നടക്കാൻ ഇറങ്ങിയതാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നടന്ന് ചത്തു. എത്ര കിലോമീറ്റർ നടന്ന് എനിക്ക് തന്നെ പ്രോപ്പർ അറിഞ്ഞുകൂടാ. അങ്ങനെ നടന്ന ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് മന്തി കഴിക്കാൻ ഒരു ഷോപ്പിൽ വന്നു. ക്യാപിറ്റൽ മന്തിയിലാണ് വന്നത്. എനിക്ക് ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്ത് പിറ്റേന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് വയ്യായിരുന്നു. ഇപ്പോഴും വയ്യ പ്രോപ്പറായിട്ട്. അപ്പോൾ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അന്ന് ഇടാതിരുന്നത്. ഇപ്പോഴും സൗണ്ട് പ്രോപ്പറല്ല. അപ്പോൾ മന്തി കഴിച്ചപ്പോൾ ടേസ്റ്റൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. എന്തോ വാരി കഴിച്ചു. അങ്ങനെയായിരുന്നു. ക്ഷീണം മാറ്റണമല്ലോ എങ്ങനെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു ലോങ് വീഡിയോ ആണ്. എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ പറയണം. മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.